ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ഡെക്കറേഷൻ നോക്കാം. കേക്കിലേക്ക് ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1 kg ആണ് കേട്ടോ. 7 ഇഞ്ച് മോഡൽ ചെയ്ത കേക്കാണ്. നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ബാർബി ഡോൾ ഡെക്കറേഷൻ ആയിട്ട് കൊടുക്കുന്നത്. സിറ്റിംഗ് ഡോളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് 2 ഡോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പോലെ നമുക്ക് ആദ്യം ഒന്ന് കൊടുക്കാം. ഈ ഒരു പൊസിഷനിലൊന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡിസൈൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കളർ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വിധം whipping ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ പിങ്ക് കളറും എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഡാർക്കായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വയലറ്റും കൂടി എടുക്കാം. അപ്പോൾ പിങ്ക് ഷുഗറിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്, വയലറ്റ് ഷെഫ് മാസ്റ്ററിൻ്റെ ആണ് കേട്ടോ. പിങ്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയലറ്റ് നമുക്ക് കറക്റ്റ് ആ ഒരു ഷെയ്ഡിലോട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1-2 ഡ്രോപ്പ് പർപ്പിളും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആ ഒരു വയലറ്റ് ഷെയ്ഡായിട്ട് തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നോസിൽ, ചെറിയ ടിപ്പുള്ള നോസിലാട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചെറിയ ടിപ്പുള്ളത് ആ ഒരു നോസിൽ യൂസ് ചെയ്താൽ മതി. ചെറിയ സ്റ്റാർ ടിപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ഡോൾ ആദ്യം എടുത്ത് ഇതിലേക്ക് നമ്മുടെ ആ ഒരു ടോപ്പാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈനായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡിസൈനിൽ ടോപ്പ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ടോപ്പ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഡോളിൻ്റെ ഹെയർ നല്ല ലോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് ആ ഒരു ക്രീം ഒന്ന് ഡിസൈൻ കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു ക്രീമും ആ ഒരു ഹെയറുമായിട്ടൊന്ന് ടച്ച് ആവാത്ത രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു പിങ്ക് ഡോളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിത് പതിയെ കേക്കിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്തെടുക്കാം. മറ്റേ ഡോളൊന്ന് മാറ്റിയിട്ട് പതിയെ ഒന്ന് കൊടുത്താൽ മതി. ആ ഒരു ക്രീം ഒന്ന് സ്പ്രെഡ് ആവാതെ കേക്കിലേക്ക് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത കളറോടെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു വയലറ്റും കൂടെ ഒന്ന് ചെയ്യാം. അപ്പം നമ്മൾ ആ ഒരു പിങ്ക് ചെയ്തതുപോലെ തന്നെ ഈ ഒരു വയലറ്റും അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പതിയെ ഒന്ന് കേക്കിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഫ്രോക്ക് ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം ക്രീം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടേണ്ട ആ ഒരു ഷേപ്പ് ഒന്ന് പതിയെ ഒരു സ്ക്യൂർ യൂസ് ചെയ്തൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ എടുക്കുന്ന നോസിൽ BK35 ആണ് കേട്ടോ. സ്റ്റാർ ടിപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോ കളറായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു നോസിൽ യൂസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ ഈസി ഡിസൈനാണെന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാവേ. ഇപ്പം നമ്മൾ ആ ഒരു പിങ്ക് ഡോളൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വയലറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ആ ഒരു കേക്കിലേക്ക് 2 ഡോളിന് ഒരു ഫ്രോക്കൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു ലുക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സിൽവർ ബോൾസ് കൂടി ഒന്ന് കേക്കിലേക്ക് കൊടുക്കാം. ചെറിയ സൈസ് ബോൾസ് എടുത്താൽ മതി. ആ ഒരു ഫ്രോക്കിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അധികമായിട്ട് തന്നെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കേക്കിലേക്ക് ഈ ഒരു ഷുഗർ ബോൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ നമ്മുടെ കേക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ട്വിൻസ് ഗേൾസിനൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു മോഡലാണ്. അല്ലാതെ നമുക്കിപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു നെയിമൊക്കെ ആ 2 സ്പേസ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തായിട്ട് ഒരു വൈറ്റ് പോർഷനിലായിട്ട് ഒന്ന് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ റൈറ്റ് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്